തമിഴ്നാട്ടിൽ മക്കൾ സെൽവൻ എന്നറിയപ്പെടുന്ന നടനാണ് വിജയ് സേതുപതി. മക്കളോടൊപ്പം തന്നെ നിന്ന് അവരെ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ കൊടുത്ത് അങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ വിജയ് സേതുപതി വരുമ്പോൾ ആരാധകർക്ക് ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നടൻ. താഴെ തട്ടിൽ നിന്ന് സാധാരണക്കാരനായി വളർന്നു വന്ന് ഇന്നൊരു സൂപ്പർ മെഗാസ്റ്റാറായി നിൽക്കുന്ന തമിഴ്നാട്ടിലെ നടനാണ് വിജയ് സേതുപതി. എന്നാൽ വിജയ് സേതുപതിയുടെ ഫിലിമോഗ്രഫി സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്നതാണ്. സാധാരണയായി സൂപ്പർ സ്റ്റാറുകളുടെ ഫിലിമോഗ്രഫി പോലെയല്ല വിജയ് സേതുപതിയുടെ ഫിലിമോഗ്രഫി. കമ്മിറ്റ്മെന്റ്സും ഫ്രണ്ട്ഷിപ്സും ഒക്കെ കാരണം പല സിനിമകളും വിജയ് സേതുപതി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റ് ചെയ്തതൊക്കെ തനിക്ക് തന്നെ വയ്യാവേലിയായി മാറുന്ന കാഴ്ചയും വിജയ് സേതുപതിക്ക് ഉണ്ടായിട്ടുമുണ്ട്. തൻ്റെ സ്റ്റാർഡം നോക്കാതെ, തന്നെ വിശ്വസിക്കുന്ന ആളുകളെ പോലും പരിഗണിക്കാതെ പല സിനിമകളും കൂട്ടുകാർക്ക് വേണ്ടിയും കമ്മിറ്റ്മെൻ്റ് പുറത്തും മാത്രമായി വിജയ് സേതുപതി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം 16 നിലയിൽ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടിട്ടുമുണ്ട്. പലപ്പോഴും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വിജയ് സേതുപതി വീണ്ടും അതുപോലെ സിനിമകൾ കമ്മിറ്റ് ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പോഴിതാ നിർണായകമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് വിജയ് സേതുപതി. താൻ ഇനി മുതൽ ക്യാമിയോ വേഷങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ് ആ നിലപാട്. വിജയ് സേതുപതിയുടെ ഒരു കരിയർ എടുത്തു നോക്കിയാൽ തന്നെ അദ്ദേഹം വളരെയധികം കഷ്ടപ്പെട്ട് സൈഡ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വന്ന് പിന്നീട് നായകനായി, ചെറിയ ചെറിയ സിനിമകളോടെ നായകനായി, പിന്നീട് ഒരു സൂപ്പർ സ്റ്റാറായി. അങ്ങനെ സൂപ്പർ സ്റ്റാർഡത്തിൽ നിൽക്കുമ്പോൾ പോലും പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും വില്ലനായും വിജയ് സേതുപതി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിക്രമിൽ എടുത്തു നോക്കിയാൽ കമൽഹാസൻ്റെ വില്ലനായിട്ട് വന്നിട്ടുണ്ട്. പേട്ടയിൽ എടുത്തു നോക്കിയാൽ രജനീകാന്തിൻ്റെ വില്ലനായി വന്നിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പല സ്റ്റാർസിനെയും വില്ലനായിട്ട് വിജയ് സേതുപതി വന്നിട്ടുണ്ട്. മാസ്റ്ററിലാവട്ടെ വിജയുടെ വില്ലനായിട്ട് വിജയ് സേതുപതി വന്നിട്ടുണ്ട്. അങ്ങനെ താനൊരു നായകനായാൽ പോലും മറ്റുള്ള സിനിമകളിൽ കിട്ടുന്ന വേഷങ്ങൾ വേണ്ട എന്ന് വെക്കാൻ വിജയ് സേതുപതി തയ്യാറായിട്ടില്ല. അതൊരു വളരെ പോസിറ്റീവ് സൈനാണ്. ഒരു നടൻ എന്ന രീതിയിൽ വിജയ് സേതുപതിയുടെ ഷെയ്ഡ്സ് ഗംഭീരമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കടേസി വ്യവസായി പോലൊരു സിനിമയിൽ വിജയ് സേതുപതി അഭിനയിക്കുക, അതോടൊപ്പം തന്നെ പല റോം കോമുകൾ, ഇപ്പം നമ്മൾ എടുത്തു നോക്കിയാൽ പോലും റോം കോം സിനിമകളിൽ വിജയ് സേതുപതി അഭിനയിക്കുന്നുണ്ട്. എന്നാൽ മഹാരാജ പോലൊരു സിനിമയിൽ വന്നിട്ട് വിജയ് സേതുപതി അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുമുള്ള ജോണേഴ്സ്. വിടുതലൈ 2 വിജയ് സേതുപതി അഭിനയിച്ചു. അങ്ങനെ പല വിടുതലയിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ആ രീതിയിൽ പല രീതിയിലും വിജയ് സേതുപതി അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയധികം ഫാൻ ഫോളോയിങ് ഉള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയർ അദ്ദേഹം തന്നെ നശിപ്പിക്കുന്നതായിട്ട് പല ഫാൻസും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊന്നും അല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വിജയ് സേതുപതിയിൽ നിന്നും. നല്ലൊരു സിനിമ വേണം, നല്ലൊരു മികച്ച സിനിമ വേണം, ഈ കമ്മിറ്റ്മെൻറ്റും ഫ്രണ്ട്ഷിപ്പ് കാരണം സ്വന്തം കരിയർ ഇല്ലാതാക്കരുത് തുടങ്ങി നിരവധി കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ വിജയ് സേതുപതി അതിപ്പോൾ ഒടുവിൽ കേൾക്കുകയാണെന്ന് വേണം തന്നെ പറയാൻ. അങ്ങനെ ക്യാമിയോ വേഷങ്ങൾ ചെയ്യില്ല എന്നൊരു നിലപാട് വിജയ് സേതുപതി എടുക്കുകയാണ്. അതിൽ നിന്നും ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് ജയിലർ 2 ആണ്. ജയിലർ 2 വിജയ് സേതുപതി ക്യാമിയോയിൽ എത്തുന്നുണ്ട്. ഈ റിപ്പോർട്ട് നേരത്തെ വന്നിരുന്നതാണ്. ഇപ്പോൾ പല മാധ്യമങ്ങളും ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് ജയിലർ 2 വിജയ് സേതുപതി ഉള്ളതുപോലെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ്, പക്ഷേ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിജയ് സേതുപതിയുടെ ഭാഗത്ത് നിന്നും ഇക്കാര്യം പുറത്തു പറഞ്ഞിരുന്നതാണ്. ജയിലർ 2 വിജയ് സേതുപതി ഉണ്ട് എന്നുള്ളൊരു കാര്യം. ജയിലർ 2 വലിയ പ്രതീക്ഷയോടെ രജനി ആരാധകർ കാത്തിരിക്കുന്ന ചിത്രം. ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ധർമ്മനിൽ പോലും അത്രയും വലിയ പ്രതീക്ഷ രജനി ആരാധകർക്കില്ലെങ്കിൽ പോലും നെൽസന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റുണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയിലാണ് രജനി ആരാധകർ. മാത്രമല്ല ജയിലർ 2 സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്ന സമയത്തായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിടുന്ന വൺ ഡേ ടു റൂൾ ദ ഗെയിം എന്ന് പറയുന്ന ആ പാട്ടിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഭയങ്കരമധികം വൈറലായി മാറിയിരുന്നു. അതായത് അതിൽ മലയാളി താരങ്ങളുടെ സാന്നിധ്യം ഉൾപ്പെടെ ജയിലർ 2 എന്താണ് നെൽസൺ ചെയ്യാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഋത്തിക്കിൻ്റെയോ രജനിയുടെയോ മോഹൻലാലിൻ്റെയോ വിജയ് സേതുപതിയുടെയോ ഇവരുടെ ആരുടെയും ഗ്ലിംസസ് ഒന്നും തന്നെ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. അതെല്ലാം വളരെ സേഫായിട്ട് അങ്ങനെ വെച്ചേക്കാണ്. പക്ഷേ ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, ഹക്കീം ഷാ, അങ്ങനെ തുടങ്ങി ഒരുപാട് മലയാളി താരങ്ങൾ അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ജയിലർ 2. ആ ജയിലർ 2 മേൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. അതൊരു വലിയ പ്രതീക്ഷയാണ്. കാരണം ജയിലർ പോലൊരു സിനിമ അന്നുണ്ടാക്കിയ ഇമ്പാക്റ്റ്, പ്രത്യേകിച്ച് ബീസ്റ്റ് പോലൊരു ചിത്രത്തിന് ശേഷം നെൽസൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു സിനിമ, ബീസ്റ്റ് പരാജയമായി മാറിയതിനു ശേഷം നെൽസൻ്റെ ഒരു കംബാക്ക് അടിച്ച സിനിമ, തിയേറ്ററിൽ ഗൂസ് ബംസ് മൊമെൻറ്റ്സ് നിറച്ചുകൊണ്ടൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമ, അതിൻ്റെ 2ാം ഭാഗം വരുമ്പോഴേക്കും അതിൻ്റേതായ ടെൻഷൻസും ഒരുപക്ഷേ ജയിലറിനേക്കാൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് വെച്ചുകൊണ്ടാണ് ആളുകൾ ജയിലർ 2 കയറുക. അപ്പോൾ അങ്ങനെ ഒരു പ്ലോട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും എന്തായിരിക്കും എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന സമയത്താണ് വിജയ് സേതുപതി പറയുന്നത് ആ ക്യാമിയോ വേഷം വേണ്ടെന്ന് വെക്കാൻ തയ്യാറാവുന്നില്ല. വിജയ് സേതുപതി ഇത് പറയാനുള്ള കാരണം കൂടിയുണ്ട്. പല സിനിമകളിലും ക്യാമിയോ വേഷങ്ങൾ ചെയ്യുന്ന സമയത്ത് തൻ്റെ സിനിമകൾക്ക് മാർക്കറ്റ് ഇടിക്കുന്നതായിട്ട് വിജയ് സേതുപതി പറയുന്നത്, വിച്ച് ഇസ് എ വെരി പ്രോമിനൻറ്റ് തിങ്. കാരണം
നമ്മുടെ ലാസ്റ്റ് സിനിമയുടെ മാർക്കറ്റ് വെച്ചിട്ടായിരിക്കും നമ്മുടെ അടുത്ത സിനിമയുടെ മാർക്കറ്റ് തീരുമാനിക്കപ്പെടുന്നത് എന്നുള്ളത് ഇൻഡസ്ട്രിയിലുള്ള ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് എൻ്റെ ലാസ്റ്റ് സിനിമ ഫെയിലിയർ ആണെങ്കിൽ എൻ്റെ അടുത്ത സിനിമയുടെ മാർക്കറ്റും അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ്സും ഒക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് സിനിമയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിൽക്കുന്നത്. അതേ രീതിയിൽ ക്യാമിയോ വേഷങ്ങൾ ചെയ്താലും ശരി, ഇല്ലെങ്കിലും ശരി, ലാസ്റ്റ് സ്റ്റാർ ചെയ്ത സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയായിരിക്കും. അത് പരാജയമാണെങ്കിൽ തൻ്റെ അടുത്ത സിനിമ, താൻ നായകനായി എത്തുന്ന അടുത്ത സിനിമയുടെ ബിസിനസ്സിനെ അത് ബാധിക്കുമെന്നുള്ളത് വിജയ് സേതുപതി മനസ്സിലാക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അത് ചെയ്യുന്നത്. സാധാരണയായി വിജയ് സേതുപതി ഇതുപോലുള്ള ക്യാമിയോ വേഷങ്ങൾ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം താൻ ക്യാമിയോ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ആ സിനിമകൾക്ക് കൂടുതൽ റീച്ചും മാർക്കറ്റ് വാല്യൂം കിട്ടും എന്ന് വിജയ് സേതുപതി മനസ്സിലാക്കിയതുകൊണ്ടാണ് പല സിനിമകളിലും പോയി ക്യാമിയോ വേഷങ്ങൾ ചെയ്തിരുന്നത്. എന്നാൽ അത് തൻ്റെതായ സിനിമകൾക്ക് പോലും ഒരു തിരിച്ചടി കിട്ടുന്ന രീതിയിൽ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് വിജയ് സേതുപതി എത്തുന്നത്, ക്യാമിയോ വേഷങ്ങൾ ചെയ്യുന്നില്ല എന്ന്. പക്ഷേ രജനി ചിത്രമായ ജയിൽ 2 എന്തുകൊണ്ട് ക്യാമിയോ വേഷം ചെയ്തു എന്ന ചോദ്യത്തിനും വിജയ് സേതുപതിയുടെ ഭാഗത്തുനിന്ന് മറുപടിയുണ്ട്. അതൊരു രജനി ചിത്രമാണ്. ആ ചിത്രം ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളൊരു സിനിമയാണ്. അത് തൻ്റെ സ്റ്റാർഡത്തെ ബാധിക്കാൻ പോകുന്നതല്ല എന്നതും കൂടി വിജയ് സേതുപതി പറയുകയും ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനൊരു കൃത്യമായ ഒരു പെർഫെക്റ്റ് പ്ലാനോടുകൂടി, അല്ലെങ്കിൽ ഒരു ബിസിനസ് മാർക്കറ്റിംഗ് പ്ലാനോടുകൂടി വിജയ് സേതുപതി ഇപ്പോൾ ഇറങ്ങിയതിൽ വിജയ് സേതുപതിയുടെ ആരാധകർക്ക് കുറച്ചധികം സന്തോഷങ്ങളുണ്ട്. പക്ഷേ തുടർച്ചയായ പല ബോക്സ് ഓഫീസ് ഫെയിലിയേഴ്സ് നേരിട്ടിട്ട് പോലും ഇത്രയധികം ആരാധകർ സപ്പോർട്ട് ചെയ്ത് ഇപ്പോഴും പിടിച്ചു നിർത്തുന്നുണ്ട് വിജയ് സേതുപതി എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് കരിയറിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ പലരെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ചാടിയ കുഴികൾ പലതാണ്. എന്നിട്ട് പോലും കൈവിടാത്ത ആരാധകർക്ക് വിജയ് സേതുപതി ഇനിയെങ്കിലും കുറച്ച് റെസ്പോൺസിബിൾ ആകണമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വാക്ക്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.